തിരുവനന്തപുരത്ത് 4ാം ഊഴത്തിനിറങ്ങിയ വിശ്വപൗരൻ ശശി തരൂരിനെ ഇത്തവണ ആരാവും പിടിച്ചു കെട്ടുക? ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന് അതിന് കഴിയുമോ? വ്യക്തിപ്രഭാവത്തിലൂടെ തരൂരിനെ പന്ന്യൻ രവീന്ദ്രൻ തളയ്ക്കുമോ? കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ഉറ്റുനോക്കുകയാണ് ഇതിനുത്തരം. വ്യക്തികളെ മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. രാഷ്ട്രീയത്തെക്കാൾ എപ്പോഴും വ്യക്തിപ്രഭാവം മാത്രം നോക്കി അവർ വോട്ട് രേഖപ്പെടുത്തുന്നു. അതായത് അന്ധമായ രാഷ്ട്രീയം ഇവിടെ ബാധകമല്ലെന്ന് സാരം. ആനി മസ്ക്രീൻ മുതൽ ശശി തരൂർ വരെയുള്ളവരെ പാർലമെന്റിൽ എത്തിച്ചത് ഇങ്ങനെയാണ്. വി.കെ. കൃഷ്ണമേനോനും പി.കെ. വാസുദേവൻ നായരും കെ. കരുണാകരനും പന്ന്യൻ രവീന്ദ്രനും വിജയിച്ച മണ്ഡലം. തരൂരിനെ തിരുവനന്തപുരം വിജയിപ്പിച്ചു വിടുന്നത് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചതിനാൽ അല്ലെന്ന് തരൂരിന് തന്നെ നന്നായി അറിയാം. തരൂരിന് ലഭിക്കുന്ന വോട്ട് ശശി തരൂർ എന്ന വിശ്വപൗരന് ലഭിക്കുന്ന വോട്ടാണ്. അത് മാറി മറിയുമോ? അതാണ് ഇത്തവണ കണ്ടറിയേണ്ടത്. ന്യൂജൻ വോട്ടുകളിൽ കുറച്ചധികം രാജീവ് ചന്ദ്രശേഖരൻ ഇത്തവണ പിടിക്കുമെന്ന് ബി.ജെ.പി. വിശ്വസിക്കുന്നു. അത് ഏറെക്കുറെ ശരിയുമാണ്. എന്നാൽ പന്ന്യന്റെ പാവത്വം വോട്ടാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. പന്ന്യനും വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്നതിൽ സംശയമില്ല. എന്നാൽ വിജയം ഉണ്ടാകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. ഇത്തവണ താമര വിരിയില്ലെങ്കിൽ വീണ്ടും തരൂരിൻ്റെ കൈപ്പത്തി തന്നെ ഉയർന്നു നിൽക്കും. വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരും തിങ്ങിപ്പാർക്കുന്ന നഗരഹൃദയത്തിലെ വോട്ട് ഇക്കുറിയും തരൂരിനാകും എന്നുറപ്പാണ്. എന്നാൽ ചെറിയൊരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരന് വീണുകൂടൊന്നുമില്ല. എന്തുതന്നെയായാലും തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ആരാണ് വിജയിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. അതിനായി കാത്തിരിക്കുകയാണ്.